കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എൻ്റെ പേര് രജിത, എൻ്റെ പേര് രമ്യ. എനിക്ക് രണ്ടുപേർക്കും ഒരു അനീതിയുണ്ട്. ആൾക്കിപ്പം സുഖമില്ലാതെ സർജറി കഴിഞ്ഞിട്ടിരിക്കുന്നു. ക്യാൻസറിൻ്റെ ഒരിതായിരുന്നു. അതൊക്കെ ഇപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞ് ഓർഗൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടിരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ പേര് രാജൻപിള്ള, അമ്മയുടെ പേര് പൊന്നമ്മ. അച്ഛന് റബ്ബർ വെട്ടാം, കൂലിക്ക് റബ്ബർ വെട്ടാൻ പോവാ. അമ്മ വായിക്കാൻ പോവും. അമ്മയുടെ വായന കേട്ട് പ്രചോദനത്തിലാണ് ഞങ്ങൾ വായിക്കുന്നത്. ഞങ്ങൾ 3 ആൾക്കാരും വായിക്കും. ക്ഷേത്രങ്ങളിലെ ഉച്ചഭാഷണികളിലൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇടതടവില്ലാതെ കേൾക്കുന്ന ഈ ശബ്ദം പുനലൂർ നിവാസികൾക്ക് സുപരിചിതമാണ്. കലയനാട് പ്ലാച്ചേരി രജിതാഭവനിൽ ഇരട്ട സഹോദരിമാരായ രജിതയും രമ്യയുമാണ് ഭക്തിസാന്ദ്രമായ ഈ മധുര ശബ്ദത്തിന്റെ ഉടമകൾ. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി പൗരാണികരായി മണ്ഡലകാലത്തും രാമായണ മാസങ്ങളിലും ഉത്സവ ദിനങ്ങളിലുമെല്ലാം ഇവർ ക്ഷേത്രങ്ങളിൽ സജീവമാണ്. മാതാവ് പൊന്നമ്മ പകർന്നു നൽകിയ പുരാണ പാരായണത്തിന്റെ ആദ്യപാഠങ്ങൾ അതേപടി ജീവിതത്തിൽ പകർത്തുകയാണ് ഈ ഇരട്ടകൾ. 8ാം ക്ലാസ്സിൽ പാരായണ രംഗത്തേക്കെത്തിയ ഇവർ നിലവിൽ 2 പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്. ടാപ്പിംഗ് തൊഴിലാളിയായ പിതാവ് രാജൻ പിള്ളയുടെ പിന്തുണയും ഈ സഹോദരിമാർക്ക് പ്രചോദനമാകുന്നുണ്ട്. മഹാഭാഗവതം, രാമായണം, ദേവീഭാഗവതം തുടങ്ങി ക്ഷേത്രങ്ങളിൽ നിത്യേന പാരായണം ചെയ്യുന്ന എല്ലാ ഗ്രന്ഥങ്ങളും ഇവർക്ക് സുപരിചിതമാണ്. ഇളയ സഹോദരി രഞ്ജിഷയും പാരായണ രംഗത്ത് സജീവമായിരുന്നു. എന്നാൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം നിലവിൽ രഞ്ജിഷ ചികിത്സയിലാണ്. ഭർത്താവ് രാധാകൃഷ്ണനും 2 മക്കളുമടങ്ങുന്ന കുടുംബത്തോടൊപ്പം രമ്യ മാന്നാറിലാണ് താമസം. ഭർത്താവ് മനുവും 1 കുട്ടിയുമടങ്ങുന്നതാണ് രജിതയുടെ കുടുംബം. മിക്ക ക്ഷേത്രങ്ങളിലും രമ്യയും രജിതയും ഒരുമിച്ചാണ് പാരായണം നടത്തുന്നത്. ജീവിതത്തിൽ മാത്രമല്ല പിന്നിട്ട വഴികളിലും ഇവർക്ക് സാദൃശ്യങ്ങൾ ഏറെയാണ്. ഒരേ സ്കൂളിൽ ഒരുമിച്ച് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഇരുവരും ലാബ് ടെക്നീഷ്യൻ പഠനവും ഒരുമിച്ചായിരുന്നു. ഒരേ ജോലിയിൽ തന്നെയാണ് ഇവർ ഉപജീവനം തേടുന്നതും. മിക്കപ്പോഴും ഒരേ വസ്ത്രധാരണത്തോടു കൂടി കാണപ്പെടുന്ന ഇരുവരും പരസ്പരം നല്ല സുഹൃത്തുക്കളുമാണ്. പുരാണപാരായണം വരുമാനം എന്നതിലുപരി ഈശ്വരനെയും ഗ്രന്ഥങ്ങളെയും കൂടുതൽ അറിയാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുമുള്ള ഉപാധി കൂടിയാണെന്ന് ഈ സഹോദരിമാർ മനസ്സ് തുറക്കുന്നു. സഹോദരി രഞ്ജിഷയ്ക്കും 2 ഇരട്ടക്കുട്ടികളാണ് ഈ കുടുംബത്തിലുള്ളത്. മാതാപിതാക്കളും മക്കളും ചെറുമക്കളുമടക്കം വലിയൊരു കുടുംബമാണ് ഈ ഇരട്ട സഹോദരിമാർക്കുള്ളത്. അനിയത്തിക്ക് ഇരട്ട കുട്ടികളാ. പിന്നെ 6 ചെറുമക്കളുണ്ടാവും അച്ഛന്. അങ്ങനെ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. 8ാം ക്ലാസ് മുതൽ ഞങ്ങൾ വായിക്കാൻ തുടങ്ങിയതാ. എനിക്കിപ്പോ 36 വയസ്സായി രണ്ടാൾക്കും. 8ാം ക്ലാസ് മുതലേ വായിക്കും. അടവേലിക്കാവിലും, നമ്മുടെ കലയനാടാണ് വീട്. കലയനാട് അടവേലിക്കാവിലും പിന്നെ ദുർഗാദേവി ക്ഷേത്രം, വാഴമൺ ശ്രീമഹാദേവ ക്ഷേത്രം, അവിടെയൊക്കെ വായിക്കാൻ അമ്പലങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഭരണിക്കാവില് അമ്പലത്തിൽ പുനലൂര്, ശിവൻകോവിലിൽ വായിച്ചിട്ടുണ്ട്. ഒരുപാട് അമ്പലങ്ങളിലൊക്കെ വായിക്കാൻ പോയിട്ടുണ്ട്. എന്നെ കെട്ടിച്ചോണ്ട് പോയിക്കുന്നത് മാന്നാർ അവിടെ ആയിരുന്നു. ഇപ്പൊ കുറച്ചു നാളായിട്ട് ഇപ്പൊ വീട്ടിലിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.